Hi, hello, good evening. Welcome back to my channel KR World. എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ഈ KR വേൾഡ് എന്നുള്ളതിൻ്റെ ഉദ്ദേശിക്കുന്നതെന്ന്. അത് KR വേൾഡ് എന്ന് പറഞ്ഞാൽ കൽഹാര വേൾഡ് എന്നാണ് അതിൻ്റെ ഒരു ഇത്. അപ്പോൾ അത് കൽഹാര എന്നുള്ളത് എൻ്റെ മോളുടെ പേരാണ്. ഈ കഴിഞ്ഞ നവംബർ 24 എൻ്റെ മോളുടെ ബർത്ത്ഡേ ആയിരുന്നു. ഞങ്ങളത് സെലിബ്രേഷൻ നടത്തി ചെറിയ രീതിയിൽ. അപ്പോൾ അവൾക്ക് ഇഷ്ടമുള്ള ബലൂൺസൊക്കെ വാങ്ങിച്ചു, അവളുടെ പേര് എഴുതി, ബർത്ത്ഡേ വിഷ് ചെയ്ത കേക്ക് കട്ട് ചെയ്തു, പിന്നെ അവൾക്ക് ഇഷ്ടമുള്ള കുറച്ച് സ്നാക്സ് മേടിച്ചു, ഉടുപ്പും കാര്യങ്ങളൊക്കെ മേടിച്ചു. അങ്ങനെ ഞങ്ങളത് സെലിബ്രേറ്റ് ചെയ്തു. എന്തൊക്കെ ഉത്സവങ്ങൾ വന്നു പോയാലും ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് എൻ്റെ മകളുടെ ബർത്ത്ഡേ അന്നാണ്. അത് കാരണം ഒന്നാമത് ഞാനൊരു സിംഗിൾ പാരൻ്റാണ്. അപ്പോൾ അവൾക്ക് എന്നെക്കൊണ്ട് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അത് ചെയ്തു കൊടുക്കുക. അതിൽ അവൾ സന്തോഷിക്കുന്നതോടൊപ്പം എൻ്റെ സന്തോഷം കൂടി കണ്ടെത്തുക. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ആ രീതിയിൽ ബർത്ത്ഡേ ഒക്കെ അങ്ങനെ കഴിഞ്ഞു. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഫാമിലിയിൽ ഒരു ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടി ഉണ്ടാവുമ്പോൾ അവന് മാനസികമായ സപ്പോർട്ട് കൊടുക്കുകയും അതോടൊപ്പം തന്നെ അവനെ ജീവിതത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ ആവശ്യമായ പരിശീലനങ്ങൾ ലഭ്യമാക്കുകയും ചെയ്യണം എന്നതിനെക്കുറിച്ചായിരുന്നു. എന്നാൽ ഇന്നിപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾ എന്ന് പറയുമ്പോൾ തന്നെ അതിൽ പല കാറ്റഗറി ഉണ്ട്. ഇപ്പോൾ വിഷ്വലി ഇമ്പയർഡ് ആയിട്ടുള്ള ആൾക്കാർ, കണ്ണ് സുഖമില്ലാത്ത ആൾക്കാരുണ്ടാവും, പിന്നെ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ നേരിടുന്നവരുണ്ടാവും, പിന്നെ മാനസികമായ വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളും ഇതിൽ പെടുന്നുണ്ട്, അങ്ങനെയുള്ളവരും ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇതിൽ തന്നെ വിഷ്വലി ഇമ്പയർഡ് എന്ന ഒരു കാറ്റഗറിയെ മാത്രം എടുത്ത് പറയുകയാണെങ്കിൽ, ഈ കുട്ടികളുടെ പ്രശ്നം എന്ന് പറയുന്നത് കാഴ്ചയില്ലായ്മ മാത്രമായിരിക്കും. മറ്റു ബുദ്ധിമുട്ടുകളില്ലാത്ത കാഴ്ചയില്ലായ്മ എന്ന പ്രതിസന്ധി മാത്രം നേരിട്ട് വരുന്ന കുട്ടികളെക്കുറിച്ചാണ് ഞാനിപ്പോൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഒരല്പം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെയുള്ള കുട്ടികൾ ജനിച്ചു കഴിയുമ്പോൾ അത് കൂടുതൽ പെൺകുട്ടികളാണ്. പിന്നെ പെൺകുട്ടികളുടെ മാതാപിതാക്കൾ പെൺകുട്ടികളെ ഒന്നാമത് നമുക്കറിയാലോ, ഇന്നത്തെ കാലഘട്ടത്തിൽ നിന്നല്ല പണ്ട് തൊട്ടേ എന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്തിൽ ഒരു ആൺകുട്ടി ജനിക്കുന്നതിൻ്റെ ഒരു സംതൃപ്തി പൊതുവെ പെൺകുട്ടി ജനിക്കുമ്പോൾ പലപ്പോഴും കുറഞ്ഞു വരുന്നൊരു കാലഘട്ടം പണ്ടൊക്കെ ഉണ്ടായിരുന്നതായിട്ട്. ഇപ്പോൾ കുറേയൊക്കെ സമത്വത്തിലേക്ക് വരുന്നുണ്ടെങ്കിലും അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ. അപ്പോൾ ആ കൂട്ടത്തിൽ ഒരു വികലാംഗയായ ഒരു പെൺകുട്ടിയാണ്, അല്ലെങ്കിൽ ഒരു വിഷ്വലി ഇമ്പയർഡ് ആയിട്ടുള്ള പെൺകുട്ടിയാണ് ജനിച്ചതെങ്കിൽ ചിലപ്പോൾ അവൾ തഴയപ്പെടാം, അല്ലെങ്കിൽ ചിലപ്പോൾ നല്ല രീതിയിൽ തന്നെ വളർത്തപ്പെടാം. അപ്പോൾ ഈ സ്നേഹമായിട്ട് ഓവർ കെയറിങ്ങിൻ്റെ ഒരവസ്ഥ വരുമ്പോഴേക്ക് എന്ത് സംഭവിക്കുന്നത്, ഈ കുട്ടിക്ക് നമ്മൾ വേണ്ട വിധം ട്രെയിനിങ് കൊടുക്കാതിരിക്കും. അപ്പോൾ എല്ലാവിധം ട്രെയിനിങ്ങോട് കൂടി വീട്ടിൽ നിന്ന് വളരുന്ന, പരിശീലനത്തോടു കൂടി വീട്ടിൽ വളരുന്ന കുട്ടിയും യാതൊരു ട്രെയിനിങ്ങും കൂടാതെ, അതായത് ഞാനൊരടി വെച്ചെങ്കിൽ മാത്രമേ അടുത്ത അടി എൻ്റെ മകൾക്ക് അല്ലെങ്കിൽ മകന് വെക്കാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ വളർത്തിക്കൊണ്ടിരുന്ന പാരൻസ്. അപ്പോൾ ഇവർക്ക് എന്ത് ചെയ്യാൻ പഠിപ്പിക്കില്ല, സ്വന്തമായി മുഖം കഴുകാനോ ബ്രഷ് ചെയ്യാനോ പിന്നെ ചോറ് വാരി കഴിക്കാനോ ഒന്നും പഠിപ്പിക്കില്ല. അപ്പോൾ സ്വന്തം വസ്ത്രം വാഷ് ചെയ്യാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പഠിപ്പിക്കാതെ വരുമ്പോൾ ഈ കുട്ടികൾക്ക്, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, വിദ്യാഭ്യാസം കൊടുക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇപ്പോൾ സാധാരണ സ്കൂളിൽ ഡേ സ്കോളറായിട്ട് പോകുന്നുണ്ടെങ്കിൽ ചിലപ്പോഴെല്ലാം നമുക്ക് ഹോസ്റ്റൽ ജീവിതമൊക്കെ ആവശ്യമായിട്ട് വരും. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിലേക്ക് കൊടുക്കുന്ന അച്ഛനമ്മമാർക്ക് അറിയാൻ പറ്റും ചിലപ്പോൾ ഇവരെന്ത് ചെയ്യുമെന്ന് വിചാരിച്ചാൽ, നമ്മളുടെ മക്കൾ ഹോസ്റ്റൽ ലൈഫിന് പോവുകയാണ്. അപ്പം
എന്ത് ചെയ്യും, സാധാരണ എല്ലാ അച്ഛനമ്മമാരും അങ്ങനെ ചെയ്യാറുണ്ട്, പക്ഷേ ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികളെ പ്രത്യേകിച്ച് ഇങ്ങനെ ചെയ്ത് കൊടുക്കാറുണ്ട്. എല്ലാ ഡ്രസ്സുകൾ എത്ര 5 ദിവസമാണ് ഉള്ളതെങ്കിൽ, ആഴ്ചയിൽ 5 ദിവസമാണ് നമുക്ക് ക്ലാസ് ഉള്ളതെങ്കിൽ ആ 5 ദിവസത്തിന് കണക്കാക്കിയിട്ടുള്ള വസ്ത്രം എടുത്ത് മടക്കി വെക്കും. അപ്പോൾ ഈ 5 ദിവസം കഴിഞ്ഞ് ഈ കുട്ടി തിരികെ വരുമ്പോൾ എന്ത് ചെയ്യും, 5 ദിവസത്തിൽ ഒരു ദിവസം അവൻ അധികം 6 ദിവസം അവിടെ നിൽക്കേണ്ടി വന്നാൽ അവന് വസ്ത്രം മാറിയിടാനുണ്ടാവില്ല. അവൻ വീണ്ടും ഈ മുഷിഞ്ഞ വസ്ത്രം തന്നെ എടുത്തിടും. അല്ലെങ്കിൽ ഇവൻ എന്ത് ചെയ്യും, ഈ വരുന്ന ദിവസം ഇതെല്ലാം വീണ്ടും ഈ ബാഗിൽ ബക്കറ്റിലോ വല്ല ഇട്ട് വെക്കുന്ന ഡ്രസ്സൊക്കെ വീണ്ടും ബാഗിൽ വെച്ചിട്ട് വീട്ടിലേക്ക് കൊണ്ടുവരും. ഈ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന ഈ വസ്ത്രം ഇവനല്ല അലക്കുന്നത്, ഇവൻ്റെ പാരൻസാണ് ഇവനെ അലക്കി റെഡിയാക്കി കൊടുക്കുന്നത്. അങ്ങനെ മാസങ്ങളും വർഷങ്ങളും കടന്നു പോകും. ഈ കുട്ടി ഏകദേശം ഒരു LP സ്കൂൾ കഴിയും UP വിഭാഗത്തിലേക്ക് വരെ കിടക്കുന്ന പ്രായമായാൽ പോലും ഇവന് സ്വന്തം വസ്ത്രം ചെയ്യാൻ, അലക്കി ഉപയോഗിക്കാനോ സ്വന്തം വസ്ത്രം സ്വയമേധയാ തന്നെ ഇട്ട് ഉപയോഗിക്കാനോ പറ്റാത്ത രീതിയിൽ ഇവൻ ഇങ്ങനെ നിൽക്കേണ്ടി വരും. അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ആ വളരുന്ന കാലഘട്ടത്തിൽ ഇവനെ നമ്മൾ ചെയ്തു കൊടുക്കുന്നതിന് പകരം ഒരു വട്ടം നമ്മൾ ചെയ്യുക, അടുത്ത തവണ ഇവനെ കൊണ്ട് ചെയ്യിക്കുക. ഓരോ കാര്യങ്ങളും അങ്ങനെ ചെയ്ത് വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇവന് അതെല്ലാം ചെയ്യാൻ പഠിക്കും. അങ്ങനെ മാത്രമാണ് ഇങ്ങനെയുള്ള കുട്ടികളെ പരിശീലനത്തോടു കൂടി വളർത്തിയെടുക്കാൻ കഴിയുക. പിന്നെ അങ്ങനെ കഴിയാത്ത കുട്ടികൾ ഹോസ്റ്റലിൽ ചെന്ന് കഴിയുമ്പോൾ ഇതുപോലെ സമാന ചിന്താഗതിയിൽ വളർന്നു വരുന്ന കുട്ടികളുണ്ടെങ്കിൽ അവരായിട്ട് കൂട്ടുകൂടുമ്പോഴൊക്കെ അവന് മാറാൻ പറ്റും കേട്ടോ. അങ്ങനെ മാറാൻ പറ്റില്ല എന്നല്ല, എന്നാലും നമ്മളുടെ വീടുകളിൽ നിന്ന് ചെയ്യാനുള്ള കാര്യം, അതായത് ഒരു 5-10 വയസ്സിനുള്ളിലായിട്ട് അച്ഛനമ്മമാർക്ക് ചെയ്തു കൊടുക്കാനുള്ള, ഇടപഴകാനുള്ള സാഹചര്യങ്ങളൊക്കെ അവർ തന്നെ ചെയ്തു കൊടുത്തെങ്കിലാണ് ഈ കുട്ടിക്ക്, സമൂഹം എന്ന് പറയുന്നത് പിന്നെ രണ്ടാമത്തെ ആണല്ലോ, ആദ്യം നമ്മുടെ കുടുംബം കഴിഞ്ഞിട്ടാണ് പിന്നെ സമൂഹത്തിലേക്ക് വരുന്നത്. സമൂഹത്തിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള സ്കൂളുകളിലേക്കൊക്കെ കുട്ടികൾ വരുന്നത് ഈ ഒരു അവസ്ഥയ്ക്ക് ശേഷമാണ്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ തന്നെ അവന് സ്വന്തം കാര്യങ്ങൾ ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുക. അവനെ സ്വന്തം മുടി കെട്ടാൻ അനുവദിക്കുക. അതുപോലെ തന്നെ അവൻ സ്വന്തം ചോറ് വാരി കൊടുക്കുമ്പോൾ മുള്ള് ഉള്ള മീനൊക്കെ കഴിക്കുമ്പം അച്ഛനമ്മമാർക്ക് പേടിയായിരിക്കും, അയ്യോ ഇതെൻ്റെ മോൻ്റെ തൊണ്ടയിൽ കുടുങ്ങുമോ, ഇതെൻ്റെ മോളുടെ തൊണ്ടയിൽ കുടുങ്ങുമോ, അതുകൊണ്ട് ഞാൻ മുള്ളെല്ലാം കളഞ്ഞ് വായ ഉരുട്ടി വെച്ച് കൊടുക്കാം എന്നൊക്കെ ആയിരിക്കും. പക്ഷെ അങ്ങനെയല്ല വേണ്ടത്. അവൻ ആദ്യം ഒരു തവണ ചെയ്തു കൊടുക്കുക, രണ്ടാമത് നിങ്ങളുടെ നോട്ടത്തോടു കൂടി അവനത് ചെയ്യുന്നത് കാണുക, പലതവണ അങ്ങനെ കാണുക, ഒടുവിൽ അവൻ സ്വയം ചെയ്ത് പഠിക്കും. അപ്പോഴേക്കും അവനത് ചെയ്യാൻ പഠിച്ചിട്ടുണ്ടാവും. ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും അവന് ചെയ്യാനുള്ള അവസരം കൊടുക്കുക. അപ്പോഴാണ് അവന് സ്വന്തമായിട്ട് അതൊക്കെ ചെയ്യാൻ പറ്റുക. പിന്നെ ഡ്രസ്സ് വാഷ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിപ്പിച്ചു കൊടുക്കുക, പിന്നെ പാചകം ചെയ്യുന്നത് എങ്ങനെയാണ്, പച്ചക്കറി കട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, ചപ്പാത്തി പരത്തുന്നത് എങ്ങനെയാണെന്നൊക്കെ പതിയെ പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവന് എല്ലാ തരത്തിലും മുന്നോട്ട് വരാൻ സാധിക്കും. കട്ടിങ്ങും പരത്തലും മാത്രമൊന്നുമല്ല, പിന്നെ തേങ്ങ ചിരണ്ടാനാവും. പിന്നെ അത് കൂടാണ്ട് ഇതെല്ലാം ഉപയോഗിച്ച് ഇതെല്ലാം മിക്സ് ചെയ്ത് എങ്ങനെയാണ് ഒരു കറി ഉണ്ടാക്കേണ്ടത്, എങ്ങനെയാണ് ഒരു ഭക്ഷണം തയ്യാറാക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് നല്ല ധാരണ കിട്ടുന്ന ഒരു കുട്ടിക്ക് പിന്നീടുള്ള ജീവിതത്തിൽ അതൊരു ബുദ്ധിമുട്ടായിട്ട് വരില്ല. പിന്നെ ചിലർക്കൊക്കെ ഒരു സംശയമാണ്, ഇതെങ്ങനെയാണ് ഇവർക്ക് കൂട്ടിക്കലർത്തിയിട്ടല്ലേ നമ്മൾ കറിയൊക്കെ വെക്കുന്നത്. ഈ കറി പലപ്പോഴും ഞാൻ വേറൊരു കാര്യം പറയാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, കൂടുതൽ ഈ വിഷ്വൽ ഇമ്പായർഡ് കൈകാര്യം ചെയ്യുന്ന അടുക്കളകൾ ശരിക്കും അവർ അറേഞ്ച് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. കാരണം അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പൊടികൾ ക്രമീകരിച്ച് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വളരെ സ്പീഡിൽ പാചകം ചെയ്യാൻ പറ്റും. അപ്പം ആ പൊടികൾ ഇരിക്കുന്നതിനെ അപേക്ഷിച്ചാണ് അവരുടെ പാചകത്തിൽ കൂട്ടിയിണക്കുന്നതിൻ്റെ സ്പീഡ്. ഇല്ലെങ്കിൽ പിന്നെ വേറൊരു കാര്യം ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ റൗണ്ടായിട്ട് ഇങ്ങനെ പല കള്ളികളുള്ള പാത്രങ്ങൾ ഉണ്ടാവുമല്ലോ, ആ പാത്രങ്ങളിൽ ഓരോ പൊടിയും അന്നന്ന ദിവസത്തേക്ക് ആവശ്യമുള്ളത് വേറെ തിരിച്ച് വെച്ച് കഴിഞ്ഞാൽ
അതിന് ഇപ്പം മല്ലിപ്പൊടിയാണ് ആവശ്യം. ഇപ്പോൾ ചെമ്മീൻ കറിയൊക്കെ വെക്കുകയാണെങ്കിൽ മല്ലിപ്പൊടി വേണമല്ലോ, മഞ്ഞൾപ്പൊടി വേറെ, മല്ലിപ്പൊടി വേറെ. എന്താണ് ആവശ്യം, ഏത് പൊടിയാണ്, എന്തിനാണ് നമുക്ക് ആവശ്യം എന്നുള്ളത് അനുസരിച്ചിട്ട് നമുക്ക് ഈ ഒരു പാത്രത്തിൽ നിന്ന് അന്നന്നത്തെ നിത്യോപയോഗത്തിന് മാറ്റി വെക്കാനും പറ്റും. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് വളരെ എളുപ്പമായിരിക്കും. പക്ഷേ ഇങ്ങനെയൊന്നും പരിശീലനം കിട്ടാത്ത ആളുകൾക്ക് അറ്റ്ലീസ്റ്റ് ഒരു തേങ്ങ പോലും ചിരവാൻ പറ്റില്ലേ എന്ന പരിഹാസത്തിന് പോലും പലപ്പോഴും പാത്രമാവേണ്ടി വരും. അപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നാളത്തെ നമ്മുടെ കുട്ടികൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ അഭിമുഖീകരിക്കാതിരിക്കാൻ, അതായത് ഇപ്പോൾ കൂടുതൽ വരുന്നത് ഇപ്പോൾ നമ്മൾ ഒരുപാട് ലേഡീസ് ജോലിയിൽ കയറുന്നുണ്ട്, ഗവൺമെൻറ് സർവീസിലിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ അവർക്കൊരു വിവാഹാലോചന വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ കുട്ടിയുടെ ജോലി, ഈ കുട്ടി ഇരിക്കുന്ന അവസ്ഥകളൊക്കെ കണ്ടിട്ട് വരും. പക്ഷേ ഈ കുട്ടിയെ മാരേജ് ചെയ്ത് വീട്ടിൽ കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കുട്ടിക്ക് ഒരു പച്ചക്കറി കട്ട് ചെയ്യാനോ ഒരു തേങ്ങ ചിരവാനോ അല്ലെങ്കിൽ ഹസ്ബൻഡിന് ആവശ്യമായിട്ടൊരു ചായ പോലും ഇട്ട് കൊടുക്കാനോ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവും. പിന്നെ അപ്പോൾ അതായിരിക്കും ചിലപ്പോൾ നമ്മളുടെ അങ്ങനെയുള്ള പ്രശ്നങ്ങളിലൂടെയൊക്കെ ലൈഫ് സ്പോയിലാവുന്ന ഒരുപാട് വിഷ്വലി ഇമ്പയർഡ് ആയിട്ടുള്ള പെൺകുട്ടികളുണ്ട്. കാരണം അവർക്ക് ചിലപ്പോൾ അവർ ഫാമിലി നല്ല വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള ഫാമിലിയിലായിരിക്കും. അതുകൊണ്ട് തന്നെ എന്തിനാണ് ഇതൊക്കെ ഞങ്ങൾ പഠിപ്പിക്കുന്നത്? കാരണം അത്രത്തോളം ഈക്വാലിറ്റിയിൽ നിൽക്കുന്ന ആൾക്കാരുടെ ഇടയിൽ നിന്നുള്ള ഒരു ബന്ധം ഒരുപക്ഷെ നമ്മുടെ കുഞ്ഞിന് പെൺകുട്ടിക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. അങ്ങനെയുള്ള പെൺകുട്ടികൾക്കൊരു ലൈഫ് കിട്ടണമെന്ന് തന്നെ പറഞ്ഞാൽ തന്നെ വലിയ കാര്യമാണ്. അപ്പോൾ അത് മിക്കവാറും ചിലപ്പോൾ സാധാരണ ഫാമിലിയിൽ നിന്നുള്ള ബന്ധങ്ങളായിരിക്കും. അപ്പോൾ ആ ഫാമിലിയിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് ഭാര്യ എന്നുള്ള രീതിയിലൊരു കോൺസെപ്റ്റൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവരുദ്ദേശിക്കുന്നത് എന്താണ്, എൻ്റെ ഭാര്യ എൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു തരണം, എൻ്റെ ഭാര്യയ്ക്ക് എൻ്റെ എല്ലാ കാര്യങ്ങളും, ദാറ്റ് മീൻസ് നമ്മളുടെ പാചകം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തരണം. കണ്ണിന് വിഷൻ പ്രോബ്ലം ഉണ്ടെങ്കിലും ആളൊക്കെ ആയിരിക്കണം എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന ആളുകൾക്ക് പലപ്പോഴും അതൊരു ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇവർക്ക് ഇവരോട് സിങ്കാവാൻ പറ്റാതെ വരികയും ഡിവോഴ്സ് പോലത്തെ സംഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഒരു കാര്യം ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഭാവിയിൽ കണ്ടുകൊണ്ട് നമുക്ക് അതിനും കൂടി ഒരു ട്രെയിനിങ് ആയിട്ട് മാറും അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത്. ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും വീട്ടുജോലി എടുക്കാനാണോ എന്ന് ചിന്തിക്കുന്നുണ്ടാവും. വീട്ടുജോലിയല്ല, സഹകരിച്ച് മുന്നോട്ട് പോകാൻ എപ്പോഴും ഇതെല്ലാം അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. എപ്പോഴും നമുക്കിപ്പോൾ ഓൺലൈൻ ആപ്പുകൾ വഴി ഫുഡ് ഓർഡർ ചെയ്ത് കഴിക്കാനോ ഹോട്ടലിൽ ചെന്ന് ഫുഡ് ഓർഡർ ചെയ്ത് കഴിക്കാനോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും കഴിയില്ലല്ലോ. അപ്പോൾ സാഹചര്യത്തിനനുസരിച്ച് നമുക്ക് സ്വന്തമായി പാചകം ചെയ്യണം. ഒന്നുമില്ലെങ്കിലും ലഘുവായ രീതിയിലെങ്കിലും നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാൻ പറ്റുവാണെങ്കിൽ, നമ്മുടെ ഹസ്ബൻഡിന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുവാണെങ്കിൽ അവിടെ ആ സ്ത്രീ വിജയിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അത് പറ്റുന്നിടത്ത് ഓക്കെ ആയിരിക്കും പല കാര്യങ്ങളും. മിക്കവാറും എല്ലാ വീടുകളിലും മീൻ വാങ്ങിക്കുന്നവരായിരിക്കും. മീൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചെമ്മീനുണ്ട്, കക്ക രൂപത്തിലുള്ള കല്ലുമ്മക്കായ, ഇളമ്പക്ക അതുപോലത്തെ സാധനങ്ങളുണ്ട്. പിന്നെ അതുകൂടാണ്ട് മത്തി, അയില, പുതിയാപ്പിള അങ്ങനത്തെ മീനുകളൊക്കെ ഉണ്ട്. പിന്നെ ഇതൊന്നും കൂടാണ്ട് തൊലി പൊളിക്കുന്ന രീതിയിലുള്ള നങ്ക്, മാന്തളിർ എന്നൊക്കെ പറയുന്ന പോലത്തെ മീനുകളുണ്ട്. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ മീനുകൾ നമ്മൾ വാങ്ങിച്ച് ക്ലീൻ ചെയ്ത് അതിൻ്റെ ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ ആവശ്യമുള്ള ഭാഗങ്ങൾ വേർതിരിച്ച് ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ കളയും, ആവശ്യമുള്ള ഭാഗങ്ങൾ എടുക്കുകയും ചെയ്യും. ഇത് ഒരു കാണാത്ത ഒരു സ്ത്രീക്ക് അല്ലെങ്കിൽ കാഴ്ച വൈകല്യം മാത്രമുള്ള ഒരു സ്ത്രീക്ക് ഇതിനെ എങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പറ്റും. എങ്ങനെയാണെന്ന് വെച്ചാൽ അവൾ ആ ചെറുപ്പത്തിലെ തന്നെ അവളുടെ അമ്മമാരും അമ്മമ്മമാരൊക്കെ ആയിട്ടുള്ള ആൾക്കാരോട് കൂടി ഇടപഴകി അത് ക്ലീനിങ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കുട്ടിക്ക് അത് പറ്റും. ഇങ്ങനെ ചെയ്യുന്ന ഒരുപാട് വിഷ്വലി ഇമ്പയർഡായിട്ടുള്ള അമ്മമാരുണ്ട്, അതുപോലെ തന്നെ ചേച്ചിമാരുണ്ട്. പിന്നെ അതൊന്നും കൂടാണ്ട് ചെറിയ പെൺപിള്ളേർ തന്നെ ഇതൊക്കെ ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും അറിയാതെ പെട്ടെന്നൊരു ദിവസം ചെയ്യണതല്ല. ഇവർക്കിതിന് കൃത്യമായ ട്രെയിനിങ് ഉള്ളതുകൊണ്ട് ഇവരിത് ചെയ്യുന്നത് കൊണ്ട്, കാരണം ആദ്യം ഒരു തവണ ചെയ്യാൻ ഇവർക്കിത് അറിയുന്നുണ്ടാവില്ല. അപ്പം ആദ്യത്തെ ഒരു ദിവസം ഞാനിത് ചെയ്യാൻ റെഡിയാണെങ്കിൽ, ഞാനിത് ആദ്യത്തെ ദിവസം എനിക്ക് പെർഫെക്റ്റായിട്ട് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ അടുത്ത രണ്ടാമത്തെ ദിവസം ശ്രമിച്ചിട്ടും മൂന്നാമത്തെ ദിവസം ശ്രമിച്ചിട്ടും നാലാമത്തെ ദിവസം ഒരുപക്ഷെ എനിക്കിത് കൃത്യമായി ചെയ്യാൻ പറ്റും. പിന്നെ
അവിടം തൊട്ട് പിന്നെ മുന്നോട്ട് ഇത് ചെയ്യാൻ മറ്റൊരാളുടെ ആവശ്യം എനിക്കുണ്ടാവില്ല. അപ്പോൾ എന്ന് പറഞ്ഞാൽ ചെമ്മീൻ ഇരിക്കുന്നത് ഓട് കളയുന്ന മീനാണല്ലോ. ചെമ്മീൻ്റെ ഓടൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി അത് കറി വെക്കാൻ അറിയുന്ന ഒരാൾക്ക് അത് കറി വെക്കാൻ പറ്റും. പിന്നെ മത്തി ഒക്കെ ആകുമ്പോൾ മത്തീൻ്റെ മേലെയൊക്കെ നിറയെ ചെതുമ്പലാണ്. ആ ചെതുമ്പൽ കളയണം എന്നുള്ളത് അറിയുന്നവർക്ക് പിന്നെ അത് കൈകാര്യം ചെയ്യും. തൊട്ട് പിടിച്ച് കഴിഞ്ഞാൽ അത് ചെതുമ്പൽ കളഞ്ഞ് ആ ചെതുമ്പൽ ഒഴിവാക്കി അതിൻ്റെ ചിറക് മുറിച്ച് കളഞ്ഞ് ഉള്ളിലെ കറുത്ത ഭാഗം നീക്കി കളയണം എന്ന് ട്രെയിനിങ് കിട്ടിയ അല്ലെങ്കിൽ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞിട്ട് ആ കുട്ടി ചെയ്തു വരുന്നൊരു വിഷ്വലി ഇമ്പയർഡ് ആയിട്ടുള്ള കുട്ടിക്ക് ഇത് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എന്താ പറയുക, മുള്ളൻ എന്ന് പറയുന്ന മീൻ കുറച്ച് മുള്ളുകളോട് കൂടിയിട്ടുള്ളതല്ലേ. അപ്പോൾ അതിനെ വരെ ക്ലീൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊക്കെ ചെയ്യാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? അവനത് പരിശീലിച്ചത് കൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യണ്ട, എൻ്റെ കുഞ്ഞ് വറുത്ത മീൻ കഴിക്കുമ്പോൾ തന്നെ രക്ഷിതാക്കൾക്ക് എന്താണ് പേടിയാണ്, ഇവൻ്റെ തൊണ്ടയിലെങ്ങാനും കുടുങ്ങുമോ, ഇവനിത് പൊളിച്ചെടുക്കാൻ അറിയോ? അങ്ങനെയല്ല, അവനെ അത് പൊളിച്ചെടുത്ത് കഴിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? പരിശീലിപ്പിക്കണം. ആ ആദ്യ കാലങ്ങളിൽ കുഞ്ഞുനാളിലാണെങ്കിൽ അവന് മീൻ കഴിക്കുന്ന കാലത്ത് തന്നെ അവന് പിന്നെ ഇത് നമ്മൾ പൊളിച്ച് കഴിക്കാനൊക്കെ പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ മാന്തള പോലത്തെ മീനൊക്കെ മുള്ളിൽ നിന്ന് വേർപെടുത്തി സ്വന്തമായിട്ട് നന്നായിട്ട് കഴിക്കുന്ന കുട്ടികളുണ്ട്, വലിയ ആൾക്കാരും ഉണ്ട്. പക്ഷെ അവർക്ക് പറ്റുന്നത് എന്തുകൊണ്ടാണ്? അവർക്ക് വാരി കൊടുക്കുന്നതിനേക്കാൾ വാരി തിന്നാനുള്ള പഠിപ്പിക്കൽ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർക്കത് അങ്ങനെ കഴിക്കാൻ കഴിയുന്നത്. അല്ലാതെ പിന്നെ അവനത് കഴിക്കുന്നുണ്ട് തന്നെത്താനെ ആരും ഒന്നും ചെയ്യില്ല. കാരണം ആദ്യം നമുക്ക് അത് അറിയണം, എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞാലാണ്. ഇപ്പോൾ ഒരു സാധാരണ കുട്ടിക്ക് നമ്മൾ കഴിക്കുന്ന കണ്ണോട് നോക്കിയിട്ടാണ് കഴിക്കുക. കണ്ണ് എന്നുള്ളൊരു കാര്യം വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതിനപ്പുറം അവൻ കൃത്യമായി ആഹാരം കഴിക്കുന്നുണ്ട്. അവൻ്റെ വായിലേക്ക് തന്നെയാണ് ആഹാരം കൃത്യമായിട്ട് പോകുന്നത്. ഇനി ഈ കഴിക്കുന്ന ആഹാരം എങ്ങനെ കറി ഒഴിച്ച് കഴിക്കണം, എങ്ങനെ ചോറിൽ കടത്തി കഴിക്കണം, എങ്ങനെ ആഹാരം കഴിക്കണം, ഏത് രീതിയിൽ വെള്ളം കുടിക്കണം, വെള്ളം എങ്ങനെ എടുക്കണം, ഇതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുക. പിന്നെ അതിന് ശേഷം ഇത്തിരി കൂടി വളർന്നു കഴിയുമ്പോൾ പെൺകുട്ടികളാണെങ്കിൽ പിന്നെ ഇതിപ്പോൾ ഒരു ചെറിയ കുട്ടികൾക്കുള്ള കാര്യമാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ ഇതിൽ തന്നെ പെൺകുട്ടികൾ വേറെ ആൺകുട്ടികൾ വേറെ എടുക്കുകയാണെങ്കിൽ പെൺകുട്ടികൾക്ക് മെയിനായിട്ടുള്ള ഒരു കാര്യമാണ് മുടി അവരെ കൃത്യമായി ചീകാൻ പഠിപ്പിക്കുക. എങ്ങനെയാണ് മുടി കെട്ടുക, എങ്ങനെയാണ് മുടി ചീകുക, എങ്ങനെയാണ് രണ്ട് ഭാഗത്തേക്ക് കോതിയിട്ട് മുടി വൃത്തിയായി കെട്ടാനായിട്ട് നമ്മളെ പെൺകുട്ടികളെ പഠിപ്പിക്കുക. പിന്നെ നഖം മുറിക്കാൻ പഠിപ്പിക്കുക. പിന്നെ അവൾക്ക് കൺമഷി ഇടാനും പൊട്ട് തൊടാനും ഒക്കെ അവൾക്ക് തന്നെ ആവും. കാരണം ആര് പഠിപ്പിക്കണം? നമ്മളൊരു വട്ടം കാണിച്ചു കൊടുത്താൽ അല്ലെങ്കിൽ ആ കുട്ടി അത് പഠിച്ചു വരും. നമ്മളോട് ഇടപഴകി ഇടകലർന്ന് ജീവിക്കുമ്പോൾ ആ കുട്ടിക്ക് പൗഡർ ഇടാനും പൊട്ട് തൊടാനും കൺമഷി വെക്കാനും ഒക്കെ പറ്റും. എന്ത് ചെയ്യുന്നില്ല, നമ്മളത് പഠിപ്പിക്കാതെ നിത്യവും നമ്മൾ തന്നെയാണ് ഇതൊക്കെ ചെയ്തു കൊടുക്കുന്നതെങ്കിൽ ഈ കുട്ടിക്കത് ചെയ്യാൻ പറ്റില്ല. അവളുടെ മേക്കപ്പിൻ്റെ കാര്യങ്ങളൊക്കെ അവൾക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? അവളെ ചെയ്യാൻ അനുവദിക്കണം. അവളെ ചെയ്യാൻ അനുവദിക്കുമ്പോഴാണ് അവൾക്കത് ചെയ്യാനുള്ള അവസരം കിട്ടുന്നത്. ആദ്യം ഒരു വട്ടം ശരിയായില്ലെങ്കിലും രണ്ടാമത് അവൾ ചെയ്ത് പഠിക്കുമ്പോൾ അവൾക്കത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ കുളിക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. നമ്മൾ സ്വയമേ തന്നെ കുളിക്കേണ്ടതാണ്, നമുക്ക് കുളിക്കാൻ പറ്റേണ്ടതാണ്. അപ്പോൾ അതിന് 1-2 വട്ടം കുളിക്കുമ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കുളിക്കുക എന്ന് പറഞ്ഞ് ആ കുഞ്ഞിനെ ചെയ്യിച്ച് കഴിയുമ്പോൾ തന്നെ ആ കുഞ്ഞൊരു 5-6 വയസ്സിൻ്റെ ഉള്ളിലായിട്ട് നല്ല വൃത്തിയിൽ കുളിക്കാനൊക്കെ അതിന് പറ്റും. അതിന് നമ്മൾ പരിശീലിപ്പിച്ചെടുക്കുക. പിന്നെ എന്ന് പറഞ്ഞാൽ അതിനെ വസ്ത്രം ഇടാൻ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്, ആ വസ്ത്രം എങ്ങനെയുള്ള വസ്ത്രമാണ്, അത് ഞാൻ എവിടെയൊക്കെ എങ്ങനെയൊക്കെയാണ് ധരിക്കേണ്ടതെന്നുള്ളത് ആ കുഞ്ഞിനെ മനസ്സിലാക്കി കൊടുക്കുക. അപ്പോൾ അത് പരിശീലിക്കുന്നത് വരെ അതിന് തുടർച്ചയായി അത് ചെയ്യാൻ പഠിപ്പിക്കുക. അപ്പോൾ അത് ചെയ്ത് വരുമ്പോൾ അത് പഠിച്ചോളും. പിന്നെ വസ്ത്രത്തിൻ്റെ കാര്യം അതാണ്. പിന്നെ ഉള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പെൺകുട്ടികളുടേതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ടാവും. അതും അങ്ങനെ തന്നെയാണ്. ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ അവരതെല്ലാം എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ്. ഇതൊന്നും ഒരിക്കലും പിന്നെ ഒരു ആളെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കേണ്ട അവസ്ഥയിലേക്ക് മാറ്റുന്നതിന് പകരം ഇവയെല്ലാം ഒരു പെൺകുട്ടിക്ക് സ്വമേധയാ ചെയ്യാൻ കഴിഞ്ഞാൽ അവളുടെ ബാല്യകാലത്തിൽ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളിലെല്ലാം അവൾക്ക് സ്വമേധയാൽ
ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെയാണ് അവളുടെ ജീവിതത്തിൽ തുടർന്നുള്ള ജീവിതത്തിലോട്ടുള്ള വഴികളിൽ അവൾക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ, സന്തോഷകരമായ ജീവിതം, കുടുംബജീവിതം എല്ലാം നേടിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇതൊന്നും ഇല്ലാത്തൊരു കുട്ടിയും ഇതൊന്നും കൊടുക്കാത്ത, അതായത് ട്രെയിനിങ് ഒന്നും കൊടുക്കാതെ മൂലയിൽ ഇങ്ങനെ ഇരുത്തി ഒന്നും ചെയ്യിക്കാതെ സ്വമേധയാലൊന്നും ചെയ്തെടുക്കാനുള്ള ഒരു ഇതില്ലാതെ ഇരുത്തി കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ജീവിതകാലം മുഴുവൻ അങ്ങനെ ഇരിക്കാനേ സാധിക്കുള്ളൂ. നേരെ മറിച്ച് ഇത് എല്ലാം ചെയ്ത് പഠിക്കുന്ന കുട്ടിക്ക് ഏത് സാഹചര്യം വന്നാലും ആ സാഹചര്യത്തിനനുസരിച്ച് അതിനെ തനിക്കനുകൂലമാക്കി മാറ്റി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പം മീൻ മുറിക്കുന്ന കാര്യങ്ങളാണല്ലോ പറഞ്ഞത്. മീൻ മുറിക്കുന്നത് പോലെ തന്നെ കറി വെക്കാൻ പറ്റും. മീൻ കറി ഉണ്ടാക്കാം, പലഹാരങ്ങൾ ഉണ്ടാക്കാം, സ്നാക്സ് ഉണ്ടാക്കാം, പിന്നെ ബിരിയാണി പോലെയുള്ള ആഹാരങ്ങൾ ഉണ്ടാക്കാം. എല്ലാം ഇങ്ങനെയുള്ള വിഷ്വലി ഇമ്പയർഡായിട്ടുള്ള ലേഡീസ് ചെയ്യുന്നതായിട്ട് എനിക്കറിയാം. ഞാനും കുറേയൊക്കെ ചെയ്യാറുണ്ട്. ചെയ്യുന്നത് അറിയുകയും ചെയ്യാം. ഒരുപാട് പെൺകുട്ടികൾ ചെയ്യുന്നുണ്ട്, ഒരുപാട് അമ്മമാർ ചെയ്യുന്നുണ്ട്, ഒരുപാട് അമ്മൂമ്മമാരും ഉണ്ട്. അങ്ങനെയുള്ളവരും ചെയ്യുന്നുണ്ട്. കുക്കിംഗ് മാത്രമല്ല, ഒരു കുടുംബജീവിതത്തിൽ ഒരു കുടുംബം എങ്ങനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകണം എന്നറിയുന്ന വിഷ്വലി ഇമ്പയർഡായിട്ടുള്ള ലേഡീസ് ഉണ്ട്. അതുപോലെ തന്നെ വർക്കിംഗ് വുമൻസ് ഉണ്ട്. അവരൊക്കെ അവരുടെ സ്വന്തം കാര്യങ്ങൾ, പാചകമായാലും ജീവിതമായാലും നല്ല രീതിയിൽ ജീവിച്ചു പോകുന്ന ഒരുപാട് വിഷ്വലി ഇമ്പയർഡായിട്ടുള്ള സ്ത്രീകളെ എനിക്കറിയാം. പിന്നെ 2 പേര് ഒന്നിച്ച് താമസിക്കുമ്പോൾ, ഒരു കുടുംബമായിട്ട് താമസിക്കുമ്പോൾ കുടുംബപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തെടുത്ത് അവരുടെ 2-3 മക്കളുള്ള അച്ഛനമ്മമാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ അവരുടെ കുടുംബമൊക്കെ വളരെ ഭംഗിയായി നോക്കുന്ന അവസ്ഥകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ചില കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ വിഷനെ അപേക്ഷിച്ചിട്ടൊന്നുമല്ല, ചില കാര്യങ്ങൾ ലൈഫിൽ വരുന്ന ഓരോ കാര്യങ്ങൾക്കനുസരിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുവാണെങ്കിൽ ബ്ലൈൻഡ്നെസ് എന്നുള്ളതൊരു പ്രശ്നമാണെന്ന് തോന്നുന്നില്ല. മിക്കവാറും എല്ലാവരുടെയും വീട്ടിൽ ചൂട് ഫ്ലാസ്ക് ഉണ്ടാവും. അപ്പോൾ ഈ ചൂട് ഫ്ലാസ്കിൻ്റെ ഉപയോഗം എന്താ? നമ്മൾക്കിപ്പോൾ അത്യാവശ്യം ചായ അല്ലെങ്കിൽ എന്തെങ്കിലും ചൂടുവെള്ളം നമുക്ക് എടുത്തു വെക്കണം അല്ലേ? അപ്പോൾ നമ്മളതിലാക്കി എടുത്തു വെക്കും. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? ചായ നല്ല ചൂടിൽ തിളപ്പിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നല്ല ചൂടിൽ ചൂടുവെള്ളം വെച്ച് കഴിഞ്ഞാൽ ആ ചൂടുവെള്ളത്തിലേക്ക് നമുക്ക് ചായപ്പൊടിയും പഞ്ചസാരയും മിക്സ് ചെയ്തിട്ട് നമുക്ക് കട്ടൻ ചായ ഉണ്ടാക്കി കുടിക്കാം അല്ലേ? പക്ഷേ ഈ ചൂടുവെള്ളത്തിൽ നമ്മളെടുക്കുന്ന ആ ഫ്ലാസ്കിലെ വെള്ളം നമ്മളൊരു പാത്രത്തിൽ ഒഴിച്ചിട്ട് ഇത്തിരി മഞ്ഞൾപ്പൊടി, ഇത്തിരി പറങ്കിപ്പൊടി, പിന്നെ അതിൻ്റെ കൂടെ പച്ചവെണ്ടയ്ക്ക ചെത്തിയിട്ട സാമ്പാറാവില്ല. അത് ആര് ചെയ്യുന്നോ ആ ചെയ്യുന്നവൻ എന്തറിയണം? സാമ്പാർ ഉണ്ടാക്കാൻ അറിയണം. അറിഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമ്മൾ ആ ഓരോ സ്റ്റെപ്പ് ചെയ്തു വരും. കാരണം അതെങ്ങനെയാണ് ഒരു കാഴ്ചയില്ലാത്ത പെണ്ണിന് സാമ്പാർ വെക്കാൻ കഴിയുക? കാണുന്ന ഒരാൾ ചിലപ്പോൾ ഈ തേങ്ങയുടെ കളറ് മാറുന്നത് കണ്ടിട്ടും ഒക്കെ ആയിരിക്കും. പക്ഷെ ആ സമയമൊക്കെ സംഭവിക്കുമ്പോൾ ഇതിൻ്റെ സ്മെല്ലുണ്ടാവും, വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചിട്ട് ആണ് പലപ്പോഴും പല പെൺകുട്ടികളും പാചകം ചെയ്യുന്നത്. ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം എങ്ങനെയാണ് കണ്ണ് കാണാത്തവർ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് കഴിക്കാൻ പറ്റുമോ? കാരണം ഇവർ ഉണ്ടാക്കുമ്പോൾ ഓരോ പാത്രവും കഴുകിയെടുക്കുമ്പോൾ അത് നമ്മൾ സാധാരണ ആൾക്കാരാണ് പിന്നെയും തേങ്ങ ചിരണ്ടി വെച്ചിട്ട് ആ പാത്രം ഒന്ന് ജസ്റ്റ് അടുത്തുള്ള പൈപ്പിൽ അങ്ങോട്ട് വീഴ്ചെടുത്തിട്ട് കൊണ്ടുപോകും. പക്ഷെ ഇവർക്കൊരു എന്തുകൊണ്ടറിയാം? ഇവർക്ക് തന്നെ അറിയാം നമുക്ക് ഇങ്ങനെ ഒരു പരിമിതി ഉള്ളതുകൊണ്ട് നമ്മൾ നീറ്റ് ആൻഡ് ക്ലീനായിട്ട് എല്ലാം ചെയ്യണം എന്നുള്ളത് അറിയുന്നതുകൊണ്ട് തന്നെ അവർ നന്നായി കഴുകുകയും ചെയ്യും, എന്നിട്ടത് ഭംഗിയായി ചെയ്യുകയും ചെയ്യും. പിന്നെ പലരുടെയും കാഴ്ചപ്പാട് പലതായതുകൊണ്ട് ഇപ്പോൾ അതൊരു ഇപ്പം 2 പേര് വിഷ്വലി ഇമ്പയർഡായിട്ടുള്ള 2 പേര് മാരേജ് ചെയ്ത് ജീവിക്കണം. അപ്പോൾ അവരുടെ ഫാമിലിയിൽ ഒരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഇവരെന്തെങ്കിലും ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ കഴിക്കില്ല. അതവരുടെ മനസ്സിൻ്റെ തോന്നലാണ്. പക്ഷെ ഇവർ അത്രത്തോളം വൃത്തിയോടെയായിരിക്കും ഉണ്ടാക്കുന്നത്. പക്ഷേ എന്നാലും ചിലപ്പോൾ കഴിക്കില്ല. ആ ഉണ്ടാക്കി വെച്ചത് അവർ കഴിക്കാതെ ഇറങ്ങിപ്പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു മനസ്സിൻ്റെ വിഷമം അത് എന്തോരം വലുതായിരിക്കും എന്നുള്ളത് പോകുന്നവർക്ക് അറിയുന്നുണ്ടാവില്ല.
പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വിഷ്വലി ഇമ്പയർഡ് ആയിട്ടുള്ള ലേഡീസ് അവരുടെ പ്രഗ്നൻസി പീരീഡ് കഴിഞ്ഞ് ഡെലിവറി കഴിഞ്ഞ് ഒരു 28 ദിവസമൊക്കെ ആകുമ്പോഴേക്കും അവർക്ക് കുഞ്ഞിൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മുടെ കുഞ്ഞിൻ്റെ സുരക്ഷിതത്വമാണല്ലോ നമ്മുടെ ആവശ്യം. അത് മുൻനിർത്തി നമ്മളത് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഒരു സാധാരണ ആളുടെ സഹായത്തോടു കൂടി കുഞ്ഞിൻ്റെ കൂടെ സമയം സ്പെൻഡ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ നമ്മുടെ ഈ കുഞ്ഞിൻ്റെ നെറുകയിൽ പാല് കുടുങ്ങി കുഞ്ഞിന് അപകടം പറ്റുക, പിന്നെ അതുപോലെ തന്നെ തുള്ളിമരുന്നൊക്കെ ചെയ്യുന്ന സമയത്ത് മൂക്കിൽ അപകടം ഉണ്ടാവുക. അപ്പോൾ ഇതുപോലത്തെ ഒക്കെ സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ അതൊന്നും ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഒരു 56 ദിവസമൊക്കെ ആകുമ്പോൾ നമുക്ക് കുഞ്ഞിൻ്റെ ബോഡിയൊക്കെ തുടച്ചു കൊടുക്കാനും അവൻ്റെ കാര്യങ്ങൾ വൃത്തിയാക്കി കൊടുക്കാനും അവന് യൂസ് ചെയ്യുന്നതായിട്ടുള്ള തുണി കഴുകി അയൽ വിരിച്ചിട്ട് ഉണക്കി അവന് ആവശ്യാനുസരണം അത് വിരിച്ചു കൊടുക്കാനും ഒക്കെ നമുക്ക് കഴിയും. അതൊക്കെ കഴിയുന്ന കാര്യങ്ങളാണ്. എങ്കിലും നമുക്ക് നമ്മുടെ കയ്യിലെടുത്ത് നടക്കാൻ അവൻ കമിഴ്ന്നൊക്കെ തുടങ്ങിയ ശേഷമായിരിക്കും കുറച്ചും കൂടി നല്ല ടൈം എന്ന് പറയുന്നത്. നമുക്ക് അവനോട് അവൻ്റെ കാര്യങ്ങൾ ഫുള്ളായി നിർവഹിക്കാൻ ആ ടൈമിന് ശേഷമായിരിക്കും കുറച്ചും കൂടി നല്ലത്. അതുവരെ നമ്മളൊരു തേർഡ് പേഴ്സൻ്റെ ഹെൽപ്പോട് കൂടി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതായിരിക്കും നല്ലത്. അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഞ്ഞിരുന്നൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവനെ കുളിപ്പിക്കാനും അവൻ്റെ കാര്യങ്ങളൊക്കെ നിർവഹിക്കാനൊക്കെ നമുക്ക് പറ്റിയെന്ന് വരും. പിന്നെ ഇതൊക്കെ പറ്റും. ഇവനെ നമുക്ക് കൊണ്ടുപോകാം, പുറത്ത് പോയി അവൻ്റെ ആവശ്യമുള്ള സമയത്ത് അവന് ഫുഡ് കൊടുക്കാനോ അല്ല അവനെ സ്നെഗി ക്ലീൻ ചെയ്ത് കൊടുക്കാനോ എങ്ങനെയാണെന്ന് വെച്ചാൽ അതൊക്കെ മാനേജ് ചെയ്യാൻ ഇങ്ങനെയുള്ളവർക്ക് പറ്റും. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെങ്കിലും നമ്മൾ തീർത്തും പെട്ടുപോകുന്ന ചില സാഹചര്യങ്ങളുണ്ടാവും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോസ്പിറ്റൽ കേസ് വരുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവിടെ ഇങ്ങനെ പകച്ച് നിൽക്കാനല്ലാതെ മറ്റൊന്നും ചെയ്യാൻ പറ്റില്ല. ഒരു തേർഡ് പേഴ്സൻ്റെ ഹെൽപ്പില്ലാതെ, ഒരു തേർഡ് പേഴ്സൻ്റെ സഹകരണം ഇല്ലാതെ ഒരു കാരണവശാലും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു അന്തരീക്ഷമാണ് ഹോസ്പിറ്റൽ എന്നൊക്കെ പറയുന്നത്. അവിടെ തീർത്തും നമ്മൾ നിസ്സഹായരായിരിക്കും. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ആ സാഹചര്യത്തിനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് നല്ല സഹകരണമുള്ള ഫാമിലി മെമ്പേഴ്സാണ് നമുക്കുള്ളതെങ്കിൽ ഓക്കെയാണ്. പിന്നെ അതുപോലെ തന്നെ നല്ലവരായ സുഹൃത്തുക്കളുണ്ടെങ്കിൽ സമൂഹത്തിൽ നല്ല രീതിയിൽ ഇടപഴകുന്ന സോഷ്യബിളായിട്ട് ഹെൽപ്ഫുള്ളായിട്ടുള്ള ആളുകളുടെ സഹായ സഹകരണങ്ങൾ ഉണ്ടെങ്കിലൊക്കെ നമുക്ക് ഈ സാഹചര്യത്തിനെ മറികടക്കാവുന്നതേ ഉള്ളൂ. പിന്നെ പ്രത്യേകമായിട്ട് പറയാനുള്ളത്, ഇതെല്ലാവർക്കും പറ്റും എന്ന് ഞാൻ പറയുന്നില്ല. നമ്മളുടെ ആ ജീവിത സാഹചര്യത്തിൽ അവരാർജിച്ചിട്ടുള്ള സ്കില്ലുള്ള ലേഡീസിൻ്റെ കാര്യമാണ് ഞാനിവിടെ പറഞ്ഞത്. അല്ലാതെ ഇന്നൊരു യൂട്യൂബ് ചാനലിൽ ഇങ്ങനെ ഒരു പരിപാടി കണ്ടു, അപ്പം നാളെ മുതൽ ഞാൻ വഴിയിൽ കാണുന്ന എല്ലാ വിഷ്വലി ഇമ്പയർഡായിട്ടുള്ള ലേഡീസിനും ഇതെല്ലാം സാധിക്കും എന്ന് തെറ്റിദ്ധരിക്കരുത്. ചിലപ്പോൾ അവർക്കത് സാധിച്ചോളണമെന്നില്ല. പക്ഷെ ഇനി വളർന്നു വരുന്ന സ്ത്രീകൾക്ക്, ഇനി വരുന്ന കുട്ടികൾക്ക് നമ്മൾ എന്ത് ചെയ്യുക, ആദ്യ കാലങ്ങളിൽ തന്നെ അവനതിനുള്ള പരിശീലനം കൊടുത്ത്, അറിവ് കൊടുത്ത്, സ്കില്ല് കൊടുത്ത് നമുക്ക് വളർത്തിയെടുത്ത് നാളത്തെ സൊസൈറ്റിയിലേക്ക് വളർത്തിയെടുക്കാവുന്നതാണ്.